തീർച്ചയായിട്ടും അങ്ങനത്തെ സിനിമ തന്നെയാണ് പോകുന്നത്. അങ്ങനത്തെ സിനിമ തന്നെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കിയത്. ഇത്രയും കഴിവുള്ള, ഇത്രയും ടാലൻ്റുള്ള, ഇത്രയും റേഞ്ചുള്ള നടന്മാർ മറ്റ് പല ലാംഗ്വേജിലുണ്ടോയെന്ന് വെച്ചാൽ സംശയമാണ്. പക്ഷേ അവർ തന്നെ അവരുടെ കാരിയർ കളയുന്നൊരവസ്ഥയാണ്. അതായത് ഒരു നടൻ ചിന്തിക്കുന്നത്, നമ്മളിവിടെ ചിന്തിക്കുന്നത് അയാളുടെ കഥാപാത്രം മാത്രമാണ് ചിന്തിക്കുന്നത്. ഒരു സിനിമ ഹിറ്റാകുന്നൊരു സിനിമയുടെ കഥയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. സ്വന്തം കഥാപാത്രം സേഫാണോ, അത് പോസിറ്റീവാണോ? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എന്തിനാണ് ഈ പോസിറ്റീവ്? ഒരു ജീവിതത്തിൽ നമ്മളെല്ലാം പോസിറ്റീവായിട്ടാണോ ജീവിക്കുന്നത്? നമുക്ക് നെഗറ്റീവ് പോസിറ്റീവൊക്കെ ഇല്ലേ? പണ്ട് പഴയ സിനിമകളിൽ നസീർ സാറും മധു സാറും സത്യമാഷും സുകുമാരനും സോമനും ഒക്കെ ചെയ്ത കഥാപാത്രങ്ങൾ എന്തോരം നെഗറ്റീവ് കഥാപാത്രങ്ങളാണ്. സോമേട്ടൻ ചെയ്ത പോലത്തെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഒരു ഹീറോയും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ 300-350 സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ മാത്രം കഥ കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ്. പിന്നെ മലയാള സിനിമയിൽ മാത്രം ഇപ്പോഴും നായകൻ്റെ കൂടെ പോകണം. അതിന് 60 വയസ്സുള്ള നായകനും 14 വയസ്സുള്ള ഹീറോയിനായാലും ക്ലൈമാക്സിൽ അവർ ഒന്നിക്കണം എന്ന്. അതൊക്കെ മറ്റ് സിനിമകൾ, നമ്മളൊക്കെ പുച്ഛിച്ച് തള്ളിയ സിനിമകളൊക്കെ, നമ്മൾ പാണ്ഡ്യ സിനിമ എന്നൊക്കെ പറയുന്നത് തമിഴ് സിനിമയൊക്കെ ഒരു കാലത്ത് കളിയാക്കി. ഇന്ന് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന സിനിമകളാണ് തമിഴിൽ വരുന്നത്. 1-2 സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ട് അത്യപൂർവമായൊരു സ്ക്രിപ്റ്റുമായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഡയറക്ടേഴ്സ്. കന്നഡ സിനിമ, നമ്മളൊക്കെ കന്നഡ സിനിമയെക്കുറിച്ചൊക്കെ പണ്ട് വളരെ മോശം, എന്തൊരു വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത് അറിയാം. തെലുങ്ക് സിനിമ, ഹിന്ദി സിനിമയിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്, നല്ല സിനിമകൾ വരാൻ തുടങ്ങി. പക്ഷേ ഇവരുടെയൊക്കെ മാതൃകയാരാണ്? തമിഴ് സിനിമ. തമിഴ് സിനിമയിലാണ് ഈ മാതൃക മുഴുവൻ കിടക്കുന്നത്. അപ്പം നമ്മൾ കുറച്ചത് കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ്. അവിടെ താരങ്ങൾക്ക് വേണ്ടി സിനിമ എടുക്കുന്നില്ല. അവിടെയും അത്തരം സിനിമകൾ പരാജയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ താരം സൂപ്പർ സ്റ്റാർ ആവുന്നതൊന്നും അവരുടെ കുറ്റം, അത് കുറേ ക്രിയേറ്റേഴ്സ് ചേർന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പിന്നെ ഇവരെ പബ്ലിക് ഏറ്റെടുക്കുന്നതാണ്. പബ്ലിക്കാണ് ഇവർക്ക് ഈ ഇത്തരം പദവികൾ കൊടുക്കുന്നത്. അത് ഇവരുടെ കുറ്റമല്ല. പക്ഷേ ഇവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു സിനിമ നന്നാവാൻ വേണ്ടി ആ സിനിമയുടെ ടോട്ടാലിറ്റിയെക്കുറിച്ചൊന്ന് ചിന്തിക്കണം എന്ന് മാത്രം ഒരു അപേക്ഷയാണ് എനിക്കുള്ളത്. സ്വന്തം കഥാപാത്രത്തിൻ്റെ നന്മയും മേന്മയും മാത്രം നോക്കാതെ ഒരു സിനിമ എങ്ങനെ ഹിറ്റാക്കാം, അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാള സിനിമയിലുള്ളതുപോലെ ഇത്രയും റേഞ്ചുള്ള ആർട്ടിസ്റ്റുകൾ, ഇത്രയും ഹ്യൂമർ സെൻസുള്ള ആർട്ടിസ്റ്റുകൾ വേറെ ഒരു ലാംഗ്വേജിലില്ല. ഞാൻ പിന്നെ നമ്മുടെ ശ്രീജിത്തിനോടും പത്മസൂര്യയോടും ഒക്കെ പറഞ്ഞ പോയിൻ്റ് ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ആവരുത്. നിങ്ങൾ സിനിമയിൽ നിൽക്കുമ്പോൾ സത്യസന്ധമായി, കാരണം നിങ്ങൾക്ക് ടാലൻ്റ് ഉള്ള, നിങ്ങൾ കാണാൻ നല്ല ചന്തമുണ്ട്, സൈസുണ്ട്, ഹീറോസ് ആവാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ സിനിമ 72 മോഡൽ സക്സസ് ആയി ഉടനെ നിങ്ങൾക്ക് സാറ്റലൈറ്റ് റൈറ്റ് വന്ന് നിങ്ങൾ സാറ്റലൈറ്റിൻ്റെ ബേസിൽ മാത്രം നിൽക്കുന്നൊരു ആർട്ടിസ്റ്റുകളായി നിങ്ങൾ മാറരുത്. സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറയുന്നത് സിനിമയെ സഹായിക്കാൻ വന്ന റൈറ്റാണ്, ചാനലിൻ്റെ. പക്ഷേ ഇന്ന് ആ റൈറ്റാണ് പല ആർട്ടിസ്റ്റുകളും വളരെ റോങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സാറ്റലൈറ്റ് റൈറ്റിൻ്റെ ബാക്കിംഗ് ആണ്. എനിക്കിത്രയും സാറ്റലൈറ്റ് ഉണ്ട് എന്ന് പറയുന്ന ഈ 2 സിനിമയിൽ അഭിനയിച്ച് ഹിറ്റായിട്ട് എനിക്കിത്രയും സാറ്റലൈറ്റ് ഉണ്ടെന്ന് പറയുന്ന ആർട്ടിസ്റ്റ് പോലും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത്രയും തന്നാലെന്താ, അതുകൊണ്ട് എന്നെ മറ്റൊരു സൂപ്പർ സ്റ്റാറായിട്ട് ഇത് ചെയ്താലെന്താ? നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കും. ഞാനൊരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചു, എന്താ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ദിലീപും പൃഥ്വിരാജും ഒന്നും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാറില്ല. മോഹൻലാൽ ഫോൺ എടുത്താൽ അദ്ദേഹം ഞാൻ മോഹൻലാലാണെന്നാണ് പറയാറുള്ളത്. മമ്മൂട്ടി ഫോൺ എടുത്താൽ ഞാൻ മമ്മൂട്ടിയാണെന്നാണ് പറയാറുള്ളത്, അല്ല ഞാൻ രാമേന്ദ്രനാണെന്നല്ല പറയുന്നത്. അവർക്കൊക്കെ പബ്ലിക്കിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഈ തലമുറയിൽ ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള പലർക്കും ആ കമ്മിറ്റ്മെൻ്റ് ഇല്ല. അവരൊക്കെ ഏതോ സ്വർഗത്തുനിന്ന് പൊട്ടി വീണതുപോലെയുള്ള പ്രതികരണങ്ങളാണ് ഒരു ഡയറക്ടർ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ കാണിക്കാറുള്ളത്. ഞാനാരെ അപ്രോച്ച് ചെയ്യാറില്ല. ഞാൻ എവരുടെ ആരുടെയും പുറകെ പോകുന്ന ഒരാളുമല്ല. ഞാൻ വിശ്വസിക്കുന്നത് നിർമ്മാതാവിലും, എന്നെ വിശ്വസിക്കുന്ന നിർമ്മാതാവിനോട് ഞാൻ കൊടുക്കുന്നത് ശക്തമായൊരു പ്രമേയമായിട്ട് സിനിമയിൽ വരിക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ സിനിമ അതാണ്. അവിടെ എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ കാസ്റ്റ് ചെയ്യും. എനിക്കെൻ്റെ നിർമ്മാതാവിൻ്റെ കൺസെൻറ്റ് മാത്രം മതി, അത്രയേ ഉള്ളൂ. എനിക്കെല്ലാ ആർട്ടിസ്റ്റുമായിട്ടും സൗഹൃദമുണ്ട്. ഞാനൊരു കാലഘട്ടത്തിൽ ആർക്ക് വേണ്ടി ജീവിച്ചു, ആരെ ഈ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നോ അയാൾ പോലും എന്നെ കൈയൊഴിഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവരെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഞാനൊരിക്കലും എന്നെ എന്താ പറയുക സഹായിക്കാത്ത അല്ലെങ്കിൽ എന്നെ പരിഗണിക്കാത്ത ഒരാൾ താഴ്ന്നു പോകണമെന്ന് പ്രാർത്ഥിക്കാറില്ല. ഞാൻ എനിക്ക് നന്മ വരുന്നതെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാതെ എൻ്റെ ശത്രുക്കളെല്ലാം കുത്തുവാള എടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. അത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അയാളുടെ ഉയർച്ചയും താഴ്ചയൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പബ്ലിക്കുണ്ട്, സിനിമ കാണുന്നവരുണ്ട്, സിനിമാ പ്രേമികളുണ്ട്, സിനിമാ പ്രവർത്തകരുണ്ട്, എല്ലാത്തിലും ഉപരി ദൈവമുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ അറിയാം
ഞാൻ എന്താണ് ഇൻഡസ്ട്രിയിൽ ചെയ്തിരുന്നതെന്നുള്ളത്, എത്ര ന്യായമായിട്ട് നീതിപൂർവമായിട്ടാണ് ഞാൻ സിനിമയിൽ സഞ്ചരിച്ചിരുന്നത്, ഇപ്പോഴും സഞ്ചരിക്കുന്നത് എല്ലാവർക്കും അറിയാം. അത് പക്ഷേ വളരെ ദുരുപയോഗം ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ. അത് ഒരു സിനിമ ഓടിയതിൻ്റെ പേരിൽ നല്ലൊരു സാറ്റലൈറ്റ് എമൗണ്ട് ഒപ്പിച്ചിട്ട് അതിൽ നിന്നൊരു 25-50 ലക്ഷം രൂപ കുറച്ചൊരു പടം ചെയ്തിട്ട് ചാനലിനെയും പറ്റിക്കുന്നു, പബ്ലിക്കിനെയും പറ്റിക്കുന്നു. എനിക്കിവിടെ പറയാനുള്ളത് ചാനലിനോടാണ്. ചാനൽ ഈ കാര്യത്തിൽ സത്യസന്ധമായൊരു രീതി വെക്കണം, മെറിറ്റ് നോക്കണം. അല്ലാതെ ഒരു സിനിമ ഹിറ്റായി എന്ന് പറഞ്ഞിട്ട് ആ നടൻ്റെ പേരിൽ ഒരു സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഒരു അർത്ഥമില്ല. കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞൊരു വർഷത്തെ ചരിത്രം നമ്മളെടുത്ത് നോക്കിയാൽ സാറ്റലൈറ്റ് കൊണ്ട് മാത്രം സിനിമയെടുത്ത് ചാനലിനെ പറ്റിച്ച ഒരു 25 സിനിമയുടെ പേര് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ആ പേര് പറഞ്ഞാൽ അത് പ്രശ്നമാവും. എല്ലാവർക്കും അറിയാം, അത് എടുത്തവർക്കും അറിയാം, അത് കണ്ട ജനത്തിനും അറിയാം, ചാനലുകാർക്കും അറിയാം. ഭീകരമായ എമൗണ്ടിന് സാറ്റലൈറ്റ് എടുത്തിട്ട് ഈ സിനിമ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ചാനലുമുണ്ട്. എനിക്ക് പിന്നെ ചാനലുമായിട്ടുള്ള ബന്ധം അറിയാമല്ലോ, ഞാൻ എല്ലാ ചാനലിൻ്റെയും സുഹൃത്താണ്. ഏഷ്യാനെറ്റും അല്ലെങ്കിൽ മാതൃഭൂമി ഏത് ചാനലെടുത്താലും ഇപ്പോൾ തന്നെ നമ്മുടെ ഓഡിയോ റൈറ്റ്സ് മാതൃഭൂമിക്കാണ്. അപ്പം മാതൃഭൂമിയായിട്ടുള്ള ബന്ധം അറിയാം, മനോരമയായിട്ടുള്ള ബന്ധം അറിയാം, എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാ ചാനലിൻ്റെയും ഒരു പ്രോഗ്രാം അവതാരകൻ കൂടിയാണ്. പല ചാനലിലും ജഡ്ജായിട്ടും അല്ലാതെ വർഷങ്ങൾ ദൂരദർശനിലൊക്കെ 6 വർഷം ഞാൻ പ്രോഗ്രാം ചെയ്ത ആളാണ്. അപ്പോൾ എനിക്കറിയാം ചാനലിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അറിയാം. പക്ഷെ എനിക്ക് ചാനലിനോടുള്ള അപേക്ഷ എന്ന് പറഞ്ഞാൽ ഇതാണ്, സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറയുന്നത് സത്യസന്ധമായിരിക്കണം. ഒരാളിൻ്റെ തൊഴിൽ നിഷേധിക്കുന്നൊരവസ്ഥയിലേക്ക് സാറ്റലൈറ്റ് റൈറ്റ് പോകരുത്. അതാണ് ഇപ്പോൾ, അതായത് വളരെ സത്യസന്ധം. ഞാൻ സിനിമ എടുക്കുന്നത് ചാനലിൽ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, ഞാൻ സിനിമ എടുക്കുന്നത് പബ്ലിക്കിനെ കാണാനാണ്. പബ്ലിക്ക് കണ്ടിട്ടാണ് അത് ചാനലിൽ വരേണ്ടത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ചാനൽ നമുക്ക് പൈസ തരുന്നത് അതിനാണ്. പക്ഷേ ചാനലിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പലരും ചെയ്യുന്നത് ചാനലിനെ പറ്റിക്കുകയാണ്. അത് മനസ്സിലാക്കണം. സാറ്റലൈറ്റ് റൈറ്റ് സിനിമയുടെ രക്ഷകനായിട്ട് തന്നെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ.